ഹായ്, ഞാൻ സരിതാസി നായർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ എങ്ങനെ ഒഴിവാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദിവസം നമ്മളെല്ലാം പലതരത്തിലുള്ള ചിന്തകളിൽ കൂടി കടന്നു പോകാറുണ്ടല്ലേ? അതിൽ ആവശ്യമായിട്ടുള്ള ചിന്തകളും ഉണ്ട്, അനാവശ്യ ചിന്തകളും ഉണ്ട്. ഇതിലിപ്പോൾ ഏതാ ആവശ്യം ഏതാ അനാവശ്യം എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറുമില്ല. അപ്പോൾ എങ്ങനെ ഈ അനാവശ്യ ചിന്തകളെ നമ്മൾക്ക് ഒഴിവാക്കാം, അതായത് നെഗറ്റീവ് തോട്ട്സ് അഥവാ ഇറാഷണൽ തോട്ട്സ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതാണ് ഈ വീഡിയോയിൽ. അതിനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. അതിനുള്ളൊരു മാർഗ്ഗമാണ് ജേർണലിംഗ് അഥവാ ഇമോഷണൽ ജേർണലിംഗ് എന്നൊക്കെ പറയും. അപ്പം നമുക്ക് എങ്ങനെ ഈ ആവശ്യമായിട്ടുള്ള ചിന്തകൾ മാത്രമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രമായിട്ട് ഈ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി ഒരു ദിവസം കടത്തിക്കൊണ്ട് പോകാം, മുന്നോട്ട് പോകാം എന്നാണ് നമ്മൾ ഈ ജേർണലിംഗിൽ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തെ ആ ചിന്തകളെല്ലാം ഒന്ന് കുറിച്ചു വെക്കുക. നമുക്ക് പലപ്പോഴും ഈ ചിന്തകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് കുറിച്ച് വയ്ക്കാൻ പറ്റാറുണ്ടാവില്ല. സോ ദിവസത്തിന്റെ അവസാനം രാത്രിയിലോ എപ്പോഴെങ്കിലും ഒരു ഡയറിയിലായിക്കോട്ടെ, ഒരു പേപ്പറിലായിക്കോട്ടെ, അന്ന് കടന്നുപോയ ചിന്തകൾ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൽ ആവശ്യമായിട്ടുള്ള ചിന്തകൾ അഥവാ എനിക്ക് പ്രയോജനപ്രദമായ ചിന്തകൾ എന്താണ്, എനിക്ക് യാതൊരു ഗുണവും ഇല്ലാതിരുന്ന അനാവശ്യമായ ചിന്തകൾ എന്താണെന്നൊന്ന് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതെങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ, ആവശ്യമായ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഒരു ഓഫീസിലെ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട വർക്കിനെ പറ്റി, അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിന്തകളാണ്, പോസിറ്റീവ് റാഷണൽ തോട്ട്സ് ആണ് അല്ലേ, നമുക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് ഒരു ഗുണവും ഇല്ലാത്ത ചില തോട്ട്സ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളെ ആരെങ്കിലും ഫ്രണ്ട്സിന് നമ്മൾ ഫോൺ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല. അപ്പോൾ അവരെന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും എടുക്കാത്തത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അവർക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുള്ളതുകൊണ്ടാണോ എടുക്കാത്തത്, അല്ലെങ്കിൽ എന്നെപ്പറ്റി ആരെങ്കിലും അവരോട് അനാവശ്യം പറഞ്ഞു കൊടുത്തിട്ടാണോ, ഞാൻ അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ വഴിയെ കടന്നു പോകുമ്പോൾ നമുക്ക് പരിചയമുള്ള 2 പേര് നമ്മളെ നോക്കി ചിരിക്കുന്ന കാണുന്നു, അവർ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുന്നത് കാണുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുവാണ് നമ്മളെപ്പറ്റി എന്തോ ഗോസിപ്പാണ് അവർ പറയുന്നത്, എന്നെപ്പറ്റി എന്തോ അനാവശ്യം പറഞ്ഞിട്ട് അവർ ചിരിക്കുകയാണ്. ഒരു കാര്യം നമുക്കൊരു ടെൻഷൻ അല്ലേ, അവരെന്തായിരിക്കും എന്നെപ്പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ആരും നമ്മളെ കണ്ട് മൈൻഡ് ചെയ്യാണ്ട് കടന്നുപോയാൽ അവരോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അവരെന്നെ എന്താ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നത്, അവർക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ഇതൊക്കെയാണ് ഇറാഷണൽ തോട്ട്സ് അഥവാ അനാവശ്യ ചിന്തകൾ. നമുക്ക് ഗുണമുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന പോസിറ്റീവ് ചിന്തകൾ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തി ഇതുപോലെ ഒരു ഗുണവുമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ജേർണലിംഗിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞ മാർഗ്ഗത്തിൽ നമ്മൾ എഴുതി വെക്കുക, നമ്മുടെ തോട്ട്സ് ഒക്കെ എഴുതി വെക്കുക. വൈകുന്നേരം എപ്പോഴെങ്കിലും സമയമുള്ള പോലെ എഴുതി വെച്ചിട്ട് പിന്നെ ഇത് വായിച്ചു നോക്കിയിട്ട് അനാവശ്യമായിട്ട് തോന്നുന്ന ചിന്തകൾ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയുക. അതായത് നമ്മൾ ആ ചിന്തകൾ വെട്ടിക്കളയുക. ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പോകെ നമ്മുടെ അനാവശ്യ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ തന്നെ ഈ ചിന്ത അനാവശ്യമല്ലേ, എനിക്ക് ഈ ചിന്തയുടെ ആവശ്യമില്ലല്ലോ, ഇതൊരു ഗുണമില്ലാത്ത കാര്യമല്ലേ, ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ജേർണലിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ പതിയെ ഈ ഇറാഷണൽ തോട്ട്സ് ഒക്കെ ഒഴിവാക്കി പോസിറ്റീവായ റാഷണൽ തോട്ട്സ് മാത്രമായിട്ട് നമുക്ക് ആങ്സൈറ്റി ഒഴിവാക്കി, ഈ ഓവർ ചിന്തയൊക്കെ കൂടി വരുമ്പോഴാണ് ആങ്സൈറ്റിയിലൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ ആങ്സൈറ്റിയൊക്കെ ഒഴിവാക്കി, അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഈ ജേർണലിംഗ് ഒരു ശീലമാക്കുക, അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. താങ്ക് യു സോ മച്ച്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.